അപ്പം നമുക്ക് മിൽമ രുചിച്ചോണത്തിൽ നമുക്ക് ഇന്നത്തെ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരാൾ വരുന്നുണ്ട്. ഹായ് പ്രിയ ചേച്ചി, എന്തൊക്കെയാ ഓണൊക്കെ ആയിട്ട് വിശേഷങ്ങൾ? ഓക്കെ, എങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റായോ? ഇല്ല, അത് നമ്മളെപ്പോഴും ജോലി തിരക്ക് കാരണം അതിലേക്ക് കയറിയിട്ടില്ല, ഇനി പോകുന്നേ ഉള്ളൂ. ഓക്കെ, എന്താ ചെയ്യുന്നത് ശരിക്കും? ഞാൻ ചെയ്യുന്നത് എന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഇവിടുത്തെ ഒരു ആർക്കിടെക്ചർ മേഖല, അതായത് ആർക്കിടെക്ട് ഷബീർ സലീൽ അസോസിയേറ്റ്സിലെ ജനറൽ മാനേജർ ആയിട്ട്. ഓക്കെ, അപ്പൊ അത് തന്നെ വലിയൊരു ജോലിയാണ്. അതെ, അതാണ് ഏറ്റവും വലിയൊരു ജോലി. ബാക്കി കിട്ടുന്ന സമയങ്ങളിലാണ് എന്തെങ്കിലും ചെറിയ രീതിയിൽ. ഓക്കെ ഓക്കെ, വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്. ഓക്കെ ഓക്കെ, റൈറ്റ്. അപ്പം ജോലിക്കിടയിൽ ഇങ്ങനെ കുക്കിംഗ് ഒക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കുക്കിംഗ് ഒക്കെ പരിശോധിക്കാറുണ്ട്? യൂട്യൂബിൽ നോക്കിയിട്ട് ചില ഡിഷസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അത് കൂടുതലും നോൺ വെജ് ആണ്. വെജിറ്റേറിയൻ അത്ര അങ്ങോട്ട് പ്രാവീണ്യം ഇല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇതിന് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇത് എന്ന് വെച്ചാൽ നമ്മൾ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഡിഷാണ്. ഓക്കെ, എന്താ നമുക്കിന്ന് ഉണ്ടാക്കി തരുന്നത്? ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് വെള്ളരി. വെള്ളരി, ഓക്കെ. ഒരു പച്ചടിയാണ്. ഓക്കെ, വെള്ളരിക്ക പച്ചടി അല്ലേ? അപ്പൊ എന്തൊക്കെ ആവശ്യമുള്ളത്? വെള്ളരിക്ക ഞാനിപ്പോ കുറച്ച് സൈസിൽ വേവിച്ചിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാളികേരം, ഓക്കെ, തേങ്ങ ചിരവിയത് ഒരു കപ്പ്. ഇത് വേറെന്തെങ്കിലും കൂട്ടി അരിഞ്ഞതാണോ അല്ലെങ്കിൽ വെറും കൂട്ടി അരച്ചതാണ്? എന്തൊക്കെയാണ് അരച്ചത്? നമ്മൾ ഒരു പച്ചമുളക്, ഓക്കെ, പിന്നെ സ്വല്പം കടുക്. പിന്നെ കൂടുതലും ആൾക്കാർ ഉപയോഗിക്കാൻ ഒരു ഇതുള്ളൊരു മടിയുള്ളൊരു കാര്യമാണ്, പക്ഷെ അതൊരു ടിപ്സ് ആണ്. നമുക്ക് എന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്താണ്. ഉണ്ടാക്കുന്ന ഡിഷസ് ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ അതിലേക്ക് നമ്മളൊരു 2 മണി ഉലുവയും പിന്നെ ഒരു ചുവന്ന മുളകും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ്. ഒരുമിച്ച് മിക്സിയിൽ തൈരും ആഡ് ചെയ്തിട്ട് അടിച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു കറക്കം. പിന്നെ ലാസ്റ്റിലേക്കാണ് ഒന്നുകൂടി നമ്മൾ അടിച്ചതിന് ശേഷം ഒരു 2 മണി കടുക് ഇട്ടിട്ട്. കടുക് അധികം അറിയാൻ പാടില്ല. പിന്നെ ആസ് യൂഷ്വൽ വറവിടാൻ വേണ്ടിയിട്ടുള്ള കറിവേപ്പില, മുളക്, അതെ, വറ്റൽമുളക്, പിന്നെ വെളിച്ചെണ്ണയിലാണ് അത് വറവ് വരുന്നത്. അധികം തിളക്കരുത്. ജസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു തള വരുമ്പോഴേക്കും നമ്മളത് കറിവേപ്പില ഇട്ടിട്ട് വാങ്ങി വെക്കണം. പിന്നെ ഈ വറവ് താളിക്കുന്നത് അത് ലാസ്റ്റ്. നമുക്ക് തുടങ്ങാം അല്ലേ? ഐശ്വര്യമായിട്ട് അടുപ്പ് കത്തിച്ചു. ഇത് നമ്മള് നേരത്തെ ഒന്ന് വേവിച്ച് വെച്ചതാണ് അല്ലേ വെള്ളരിക്ക? ഓക്കെ ഓക്കെ. നേരത്തെ ആദ്യം ഈ ഒരു കമ്പനിയിലാണോ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്? അല്ല, ഞാൻ എനിക്കൊരു 23 വർഷത്തെ സർവീസ് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ മുമ്പ് വർക്ക് ചെയ്ത് മലബാർ ഗ്രൂപ്പിലാണ്, മലബാർ മൊണ്ടാന ഹെഡ്ക്വാർട്ടേഴ്സ്. ഓക്കെ ഓക്കെ. അവിടുന്നാണ് പിന്നെ ഞാനൊരു 2.5 വർഷമായിട്ട് ഈ ഒരു ആർക്കിടെക്ചറിലേക്ക്. ഓക്കെ, നേരത്തെ ഉപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ? ഇല്ല, കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. ഓക്കെ. ഈ നോൺ വെജിൽ നമ്മൾ കുറെ കൂടി കോൺഫിഡന്റ് ആണെന്ന് തോന്നുന്നു. എന്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടാക്കിയിട്ട് ദിസ് ഈസ് ദ ബെസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുള്ളത്? ഫിഷ് ആണെങ്കിൽ ചെറിയ ഫിഷുകളൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ചിക്കൻ കൂടുതലും ചെയ്യാറുണ്ട്. ചിക്കൻ കറി, ബിരിയാണി. ഏകദേശം ഒരു വേവായിട്ടുണ്ട്. ഓക്കെ, ഫ്ലെയിം ലേശം ഒന്ന് കുറച്ച് വെക്കണം. കണ്ടല്ലോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ അതിൽ നിന്ന് ഓൾറെഡി വെള്ളം വരുന്നുണ്ട് അല്ലേ? ചെറുതായിട്ടൊന്ന് വറ്റണം. ഈ ആർക്കിടെക്ചർ സെക്ടർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു, ഇപ്പം ബാക്കിയുള്ള ബിസിനസ്സുകളെ പോലൊക്കെ തന്നെ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ് തോന്നുന്നു. ചെറിയ ഷോപ്പ് പോലെയാണ് ഇപ്പം ആർക്കിടെക്ചർ മേഖല വളർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കണ്ടുമാനം ആർക്കിടെക്ചറുകൾ. അതെ അതെ അതെ, ഒരുപാട് യങ് ആർക്കിടെക്ചർ ഉണ്ട്. അവരുടെ ഒരു സീസണാണ് ഇപ്പൊ ശരിക്കും. പക്ഷെ കുറെ കൂടി നല്ല കുറെ കൂടി നല്ല ഡിസൈൻസും ഒരു നല്ല പ്ലാൻസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ പണ്ടത്തെ അപേക്ഷിച്ച്? കുറച്ചും കൂടി പഴയതേക്കാളും അവരുടെ പുതിയ തലമുറയ്ക്കാണല്ലോ കുറച്ചും കൂടി പുതിയ ആശയങ്ങളും എല്ലാം വരുന്നത്. അപ്പൊ അവരുടെ ഒരു കൂടുതലാണ്. ഈ നമ്മുടെ വർക്ക് അല്ലാതെ ഇരിക്കുമ്പോൾ ഫ്രീ ടൈം എങ്ങനെയാണ് നിങ്ങൾ ഒരു ടൈം പാസ്? പാട്ട് പാടുമോ? പാട്ട് പാടാറുണ്ടെന്നൊക്കെ ആരോ ഒന്നും പറഞ്ഞു. ചെയ്യാറില്ല അല്ലേ? ഓക്കെ, സിനിമാറ്റിക് ആണോ എങ്ങനെയാ? എല്ലാം ആണോ? ഓക്കെ. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. കൊറിയോഗ്രാഫി ചെയ്യുന്നതും എല്ലാം. ഇനി അതിലോട്ട് എന്താ നമ്മൾ അരപ്പം ഒന്ന് ആഡ് ചെയ്യണം. ഓക്കെ, ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം നല്ലോണം മിക്സ് ചെയ്യാം.
ഇത് വെള്ളരിക്ക അല്ലാതെ ഇത് പിന്നെ വേറെ ഇതിലൊക്കെ ഉണ്ടാക്കുന്നത്, പൈനാപ്പിൾ ഉണ്ടാക്കുന്നത് ഇതിന് ഒരുപാട് പച്ചടികൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഞാൻ സെലക്ട് ചെയ്തത് ഈ പൈനാപ്പിൾ വെള്ളരിക്കയുടെ. ഈ വെള്ളരിക്കയാണ് പൊതുവെ ഈ പച്ചടിക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? അതെ, വെള്ളരിക്ക വിളവിലും യൂസ് ചെയ്യാം. ഇപ്പൊ പുതുതായിട്ട് കുറെ പൈനാപ്പിൾ ഒക്കെ വരാൻ തുടങ്ങി. പൈനാപ്പിൾ ഉണ്ട്, കുക്കുംബർ ഉണ്ട്, ബീട്രൂട്ട്. യെസ് യെസ്, ഇപ്പൊ സദ്യകളിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓ പിന്നെ റെഡിയാണോ? കുറച്ചുകൂടി ഉപ്പ് പാകത്തിനുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ ടേസ്റ്റ് വരുള്ളൂ അല്ലേ? അപ്പൊ നിങ്ങളുടെ ഈ ഫാമിലി മീറ്റ് ഒക്കെ വരുമ്പോഴെങ്ങനെ ഡാൻസ് പ്രോഗ്രാമൊക്കെ നമുക്ക് ഫാമിലി മീറ്റ് അല്ല പൊതുവായി പബ്ലിക് ആയിട്ടുള്ള പ്രോഗ്രാംസിലൊക്കെ പോകാറുണ്ട്? ഓ ആ ശരി, അപ്പൊ പ്രൊഫഷണൽ ഡാൻസർ ആയി. ശേഷം അല്ല നിങ്ങളുടെ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ത്രൂ കുറെ പ്രോഗ്രാം വരും ആണല്ലേ? അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ വെള്ളരിക്ക പച്ചടി ഏകദേശം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫൈനൽ അവസാന മിനുക്കുമണികളാണ് നമുക്ക് ആവശ്യം. അതിനു മുമ്പ് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഐ വിൽ ജോയിൻ യു ബാക്ക്. ഈ പറഞ്ഞ പോലെ സദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ വെള്ളരിക്ക പച്ചടി എന്ന് പറയുന്നത്. വെള്ളരിക്ക പച്ചടിക്ക് ഒരു ചില സമയത്ത് നമുക്കൊരു ഒരു എന്താ പറയുക ചമ്മന്തിന്റെ ഒക്കെ ഒരു ഫീല് കിട്ടാറുണ്ട്. അതെ 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 അതെ, ഇത് മതി ഇത് മതി. ചേച്ചിക്ക് പൊതുവെ എങ്ങനെ നോൺ വെജ് അല്ലേ ഇഷ്ടം? വീട്ടിലൊക്കെ എങ്ങനെ എല്ലാവർക്കും? വീട്ടിൽ പൊതുവെ നോൺ വെജിനോട് താല്പര്യക്കുറവാണ്. അച്ഛനും അമ്മയൊക്കെ പഴയ ആൾക്കാരായത് കാരണം അവർ കൂടുതൽ വെജിറ്റേറിയൻ ആണ്. ശരിക്കും കോഴിക്കോട് ഏരിയയാണോ? അല്ല, തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. തൃശ്ശൂർ ഇപ്പോഴാണ് തൃശ്ശൂർ സ്ലാങ് വന്നത്, പക്ഷെ നേരത്തെ ഫുള്ള് കോഴിക്കോടായിരുന്നു വന്നിട്ടുണ്ട്. കോഴിക്കോടായിട്ട് ഇപ്പം ഒരു 10-30 വർഷത്തോളം. ചുമ്മാതല്ല, അപ്പൊ മറന്നേക്കൂ തൃശ്ശൂര്. പോവാറുണ്ട്, നമ്മൾ എപ്പോഴെങ്കിലും വല്ലപ്പോഴും ആണ് പോവാറ്. ആണല്ലേ? തൃശ്ശൂർ ഏത് ഭാഗത്താ? തൃശ്ശൂർ മണ്ണുത്തി. മണ്ണുത്തി, ഓ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമല്ലേ? അതെ അതെ, യു ഷുഡ് പ്രൗഡ്, ലൈക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള സ്ഥലം. ഇനി നമുക്ക് ഇതിലോട്ട് വറവിടാൻ വേണ്ടി അടുപ്പ് കത്തിക്കണം. വറവിട്ട് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു അല്ലേ? വെള്ളം ഒന്ന് വറ്റണം. ആയി അല്ലേ? ഇപ്രാവശ്യം ഓണം എങ്ങനെയൊക്കെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, ഇതുവരെ പ്ലാനിംഗ് ഒന്നും ആയിട്ടില്ല. ചെയ്യാൻ പോകുന്നില്ല, ഇനി ഒരു 1 വീക്ക് കൂടി ഉണ്ടല്ലോ. ഇനി നമുക്ക് ഇതൊന്ന് ചൂടായതിനു ശേഷം കുറച്ച് കടുകും വറ്റൽമുളക് ഇടാം. കറിവേപ്പില ചില നോർത്ത് സൈഡിലേക്കൊക്കെ ചിലപ്പം ഒരു ചെറുതായിട്ട് വെളുത്തുള്ളി എല്ലാത്തിലും ഇടും. പക്ഷെ അത് എല്ലാവരും ഒക്കെ ഇഷ്ടപ്പെടില്ല ആ ഒരു ടേസ്റ്റ്. പക്ഷെ അവരുടെയൊക്കെ എല്ലാ ഇതിലും വെളുത്തുള്ളി ഉണ്ടാവും. നിങ്ങളുടെ ഈ ആർക്കിടെക്ട് ഗ്രൂപ്പിന്റെ ഓണാഘോഷ പരിപാടിയൊക്കെ ഉണ്ടോ? ആ ഓക്കെ, ഓണത്തോടെ അടുപ്പിച്ച്. ഇത് ഓഫ് ചെയ്യാം. വറവ് കൂടി വന്നപ്പോഴാണ് അതിന്റെ സ്മെല്ല് വരാൻ തുടങ്ങി. പിന്നെ വറ്റിപ്പോവും അല്ലേ? ഫ്ലെയിം ഓഫ് ചെയ്തു, ഇപ്പം റെഡി ആയി.
വെജിൽ എക്സ്പേർട്ട് അല്ല എന്നൊക്കെ ചുമ്മാ പറഞ്ഞതാണ്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം അല്ലേ? ചൂടായിരിക്കും, എന്നാലും നോക്കാം. ഓക്കെ, കുറച്ച് എരിവ് മുളകിൻ്റെ ആയിരിക്കും അല്ലേ? റെഡിയാവും. അടിപൊളി. ഇടക്ക് കടുകിൻ്റെ ഒരു കടിക്കൽ ഉണ്ട്, പക്ഷെ അതും കൂടി വരുമ്പോൾ രസമുണ്ട് അല്ലേ? ഓക്കെ, ഗംഭീരം, അടിപൊളി. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചോറിന് ഇത് മാത്രം മതി. ഇത് മാത്രം കൂട്ടി ചോറ് എന്നാൽ വേറെ ഒന്നും വേണം, ഒരു പപ്പടമോ എന്തെങ്കിലും ചെറുതായിട്ടൊന്നും ഉണ്ടെങ്കിലും ഇത് ധാരാളം അല്ലേ? നല്ല രുചിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കാണുന്ന കുറേ ആളുകളുണ്ട്, ഇത് എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ മലയാളികളാണ്, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരാണ്. ഓണം ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നവരാണ്. അപ്പം നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ട് ആഘോഷിക്കാൻ വേണ്ടി. ഹാപ്പി ഓണം.